പ്രമേഹവും അണുബാധകളുമാണ് വിവരിക്കുന്നത്. പ്രമേഹാവസ്ഥയിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതായിട്ടാണ് കാണുന്നത്. ദീർഘകാലമായി ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർന്ന നിലയിലായിരിക്കുന്ന രോഗികളിൽ രോഗസംക്രമണവും ഏറിയിരിക്കും. അണുബാധകൾ പ്രമേഹാവസ്ഥയിൽ തീവ്രതയോടെ കാണപ്പെടുന്നു. രോഗപ്രതിരോധം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട ശ്വാസരക്താണുക്കളുടെ പ്രവർത്തനം ഉയർന്ന ഗ്ലൂക്കോസ് നിലയിൽ മന്ദീഭവിക്കുന്നതിന് ഇടയാകുന്നു എന്നതാണ് കാരണം. വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന അണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ ശ്വാസരക്താണുക്കൾക്ക് സാധിക്കാതെ വരുന്നു. കൂടാതെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ഇമ്മ്യൂണോഗ്ലോബിനുകൾ വേണ്ട അളവിൽ നിർമ്മിക്കാനും ശ്വാസരക്താണുക്കളുടെ നിലയിലെ ലിഫോസൈറ്റുകൾക്ക് സാധിക്കുന്നില്ല. ഇക്കാരണത്താൽ അണുബാധയുടെ തീവ്രത വർദ്ധിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹക്കാരെ അപേക്ഷിച്ച് ടൈപ്പ് 1 പ്രമേഹക്കാരിലാണ് അണുബാധകൾക്ക് കൂടുതൽ സാധ്യതയുള്ളത്. എല്ലാത്തരം അണുബാധയ്ക്കുള്ള സാധ്യത ടൈപ്പ് 1 പ്രമേഹക്കാരിൽ 3 മടങ്ങ് കൂടുതലാണ്. പ്രമേഹബാധിതരുടെ ത്വക്കിലുണ്ടാകുന്ന ഇത്തരം നീർവീക്ക രോഗത്തെ ഡയബറ്റിക് സെല്ലുലൈറ്റിസ് എന്നാണ് പറയുക. ത്വക്കിനുണ്ടാകുന്ന ഗൗരവകരമായ ഈ രോഗബാധ ത്വക്കിനടിയിലൂടെ വ്യാപിച്ച് വലിയ പെരുവായി മാറാനിടയുണ്ട്. നീർവീക്കമുണ്ടായ ഭാഗങ്ങളിൽ നീരൊലിപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണുബാധകൾ മൂലം ഉണ്ടാകുന്ന രോഗം ഗുരുതരമായി തീരുന്ന ഈ അവസ്ഥയെ നെക്രോടൈസിംഗ് പേഷ്യൈറ്റിസ് എന്ന് വിളിക്കുന്നു. കഴുത്തിന് പുറകിൽ താഴെയും ചുമലിലുമായി സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് എന്നീ ഗൗരവകരമായ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന കാർബങ്കിൾ വലിയ പെരു അനിയന്ത്രിതമായ പ്രമേഹ നിലയിൽ ഉണ്ടാകുന്നു. അതികഠിനമായ പനിയും വിറയലും ശരീരക്ഷീണവും തളർച്ചയും ഈ രോഗത്തിൻ്റെ പ്രത്യേകതയാണ്. രോഗം ബാധിച്ച് ത്വക്കുഭാഗം ചുമന്ന് തടിച്ച് ഓരോ രോമകൂപങ്ങളിലൂടെയും പഴുപ്പ് പുറത്തു വരുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. പ്രമേഹ രോഗികളിൽ വൃക്കകളിലെയും മൂത്രാശയത്തിലെയും രോഗബാധകൾ കൂടുതലായി കാണപ്പെടുന്നു. പ്രമേഹ രോഗികളായ സ്ത്രീകളിലാണ് മൂത്രാശയത്തെയും മൂത്രനാളിയെയും ബാധിക്കുന്ന രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. ഇരുവൃക്കകളിലും ഒരേ സമയം വ്യാപിക്കുന്ന തരത്തിലുള്ള പയലോനെഫ്രൈറ്റിസ് എന്ന ഗുരുതരമായ വൃക്കരോഗവും പ്രമേഹബാധിതരിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അടിവയർ വേദന, മൂത്രം വിട്ടുപോകുക, മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിലും വേദനയും, കുളിരും വിറയലും പനിയും എന്നിവയാണ് മൂത്രാശയത്തെയും മൂത്രനാളിയെയും വൃക്കകളെയും ബാധിക്കുന്ന രോഗങ്ങളുടെ പൊതുവായ ലക്ഷണങ്ങൾ. മൂത്രം കൾച്ചർ ചെയ്ത് രോഗത്തിന് കാരണമാകുന്ന അണുവിനെ കണ്ടെത്തി ചികിത്സ നൽകുന്നതാണ് രോഗശമനത്തിന് ഉത്തമം. ശിരോഭാഗങ്ങളെയും മസ്തിഷ്കത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതര ഫംഗസ് രോഗവും പ്രമേഹ രോഗികളിൽ ഉണ്ടാകാറുണ്ട്. ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന അസഹ്യമായ ചൊറിച്ചിലും ഉൾഭാഗത്തു നിന്ന് കട്ടിയായ കൊഴുത്ത മഞ്ഞ നിറമുള്ള ദ്രാവകം പുറപ്പെടുന്നതും സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഉണ്ടാകുന്ന കാൻഡി ഫംഗസ് രോഗത്തിൻ്റെ പ്രത്യേകതയാണ്. ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ത്വക്കിന് ചുറ്റിലും അകത്തുമായി ചുവന്ന് ചർമ്മം വിണ്ടുകീറി ദ്രാവകം ഊറി വരുന്ന തരത്തിലുള്ള രോഗബാധ പുരുഷന്മാരിലെ കാൻഡി ഫംഗസ് രോഗത്തിൻ്റെ തെളിവുകളാണ്. കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ കാൻഡി ഫംഗസ് ബാധ കാരണം ദ്രവിക്കുന്നു. പ്രമേഹ രോഗികളിൽ വളരെ അപൂർവമായി പ്രകടമാകുന്ന മാരകമായ ഒരു ഫംഗസ് രോഗമാണ് റൈനോസെറിബ്രൽ മ്യൂക്കർ മൈക്കോസിസ്. ശ്വസന പ്രക്രിയാ സമയങ്ങളിൽ മൂക്കിൽ കൂടിയാണ് ഈ ഫംഗസ് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അതികഠിനമായ പനിയും തലവേദനയും, മുഖത്തും കണ്ണുകൾക്ക് ചുറ്റിലും ഉണ്ടാകുന്ന നീർവീക്കം, കണ്ണുകൾ ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വേദന, നാസാദ്വാരങ്ങൾ അടഞ്ഞ് നീരൊലിച്ചിറങ്ങുക എന്നീ ലക്ഷണങ്ങൾ മ്യൂക്കർ മൈക്കോസിസ് ബാധയുടെ ആരംഭത്തിൽ കാണപ്പെടുന്നു. തികച്ചും ഗുരുതരവും മാരകവുമായ ഒരു രോഗമാണ് റൈനോസെറിബ്രൽ മ്യൂക്കർ മൈക്കോസിസ്. പ്രമേഹ രോഗികളിൽ ചെവിയെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു ബാക്ടീരിയ രോഗമാണ് മാഗ്നിനൻ്റ് ഓട്ടൈറ്റിസ് എസ്റ്റോർണ. അതിഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ന്യൂഡോമോണസ് രോഗാണുവാണ് 98% ഈ രോഗം ഉണ്ടാക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ രോഗം വളരെ വേഗത്തിൽ ചെവിക്കുള്ളിലേക്കും ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനിടയാകുന്നു. ചെവിക്ക് ചുറ്റും അസഹ്യമായ വേദനയോടെ ചുവന്ന് നീർവീങ്ങിയും ചെവിക്കുള്ളിൽ നിന്ന് പഴുപ്പും നീരും ഒലിച്ചിറങ്ങിയും മാഗ്നൻ്റ് ഓട്ടൈറ്റിസ് എസ്റ്റോർണയിൽ കാണപ്പെടുന്നു. അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോമൈലൈറ്റിസ്, മസ്തിഷ്ക ആവരണങ്ങളെ ബാധിക്കുന്ന മെനിൻജൈറ്റിസ് എന്നീ ഗൗരവകരമായ രോഗങ്ങളും പ്രമേഹാവസ്ഥയിൽ കൂടുതലായി ഉണ്ടാകുന്നു. മോണരോഗങ്ങൾക്കുള്ള സാധ്യത പ്രമേഹമില്ലാത്തവരെ അപേക്ഷിച്ച് പ്രമേഹമുള്ളവരിൽ 4 മടങ്ങ് കൂടുതലാണ്. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സാധ്യത ഉയർന്ന പ്രമേഹ നിലയിൽ വർദ്ധിച്ച തോതിൽ കാണപ്പെടുന്നു. രോഗാണുബാധകൾ മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ന്യൂമോണിയ രോഗം അനിയന്ത്രിതമായ പ്രമേഹാവസ്ഥയിൽ വളരെ ഗുരുതരമാകാറുണ്ട്. കാലുകളുടെ മുൻവശത്ത്, പ്രധാനമായും മുഖത്തും ഉടൽഭാഗത്തും അപൂർവമായും 2 മുതൽ 10 മില്ലി വരെ വലുപ്പത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വൃത്താകൃതിയിലുള്ള തടിപ്പുകൾ പ്രമേഹാവസ്ഥയിൽ കാണാറുണ്ട്. ത്വക്കിൻ്റെ ഇത്തരം മാറ്റത്തെ ഡയബറ്റിക് ടെർമോപ്പതി എന്ന് പറയുന്നു. ഉയർന്ന പ്രമേഹ നിലയുള്ളവരിൽ കഴുത്തിൻ്റെ പിറകിലും കഷങ്ങളിലും മാറിടത്തിന് താഴെയും കൈകളുടെ പിറകിലും ആയി മിനുസത്തോടെ ശരീരനിറത്തിൽ കൂടുതലോ ചാരനിറത്തിലോ ആയി തടിച്ച് കാണാറുണ്ട്. അക്കന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് ഈ തടിപ്പുകളെ വിവരിക്കാറുള്ളത്. ഇൻസുലിൻ പ്രതിരോധം പ്രകടമാകുന്ന അമിതവണ്ണം, പോളിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം എന്നീ രോഗാവസ്ഥകളുടെയും അടയാളമായും അക്കന്തോസിസ് നൈഗ്രിക്കൻസ് കാണപ്പെടുന്നു. കൊളസ്ട്രോൾ നില കൂടിയിരിക്കുന്ന പ്രമേഹ രോഗികളിൽ മിക്കവാറും കണ്ടുവരുന്ന ഒരു അടയാളമാണ് മുകൾ കൺപോളകൾക്ക് പുറത്തോ കണ്ണുകൾക്ക് താഴെയോ ആയി മഞ്ഞരാശിയിൽ പ്രത്യക്ഷമാവുന്ന തടിപ്പുകൾ. കൊഴുപ്പ് പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകാവുന്ന തടിപ്പിനെ
ഇക്സാൻതിൽസ്മ എന്ന് പറയുന്നു. പ്രമേഹ രോഗികളിൽ ചിലരെങ്കിലും ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് വെള്ളപ്പാണ്ട് ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗികളുടെ നഖങ്ങൾ ഗ്ലൈക്കോസിലേഷൻ പദാർത്ഥങ്ങൾ നഖങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടുന്നത് മൂലം നഖങ്ങൾ മഞ്ഞ നിറത്തിലാകുന്നു. ദീർഘനാളുമായുള്ള അനിയന്ത്രിത പ്രമേഹാവസ്ഥയിൽ തലമുടിയുടെ ഉള്ളും കനവും കുറയുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്.